ഒയ്യോ, ഇന്ന് ആശാനെ കാണാനില്ലല്ലോ. എവിടെ പോയി? ഇന്ന് പാട്ടും കൂത്തും ബഹളവും ഒന്നും ഇല്ല. എവിടെ ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് എന്തോ കഴിക്കാണല്ലേ. അമ്പടി കള്ളി. എന്ത് കഴിക്കാൻ എനിക്ക് തരാതെ? അയ്യോ, ഞങ്ങളെ കട്ട ഇന്ന് ഞങ്ങളുടെ മേയറെ കട്ട തരില്ല. പിന്നെ നിങ്ങളുടെ മേയറെ കട്ട നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കണം. ഈ കട്ട ഞങ്ങളെ മേയർ കാശ് കൊടുത്ത് മേടിച്ച കട്ട ഇന്ന് ഞങ്ങളുടെ കോർപ്പറേഷൻ ഉള്ളതാണ്. നിങ്ങളുടെ കോർപ്പറേഷൻ ഇങ്ങോട്ട് പിന്നെ ഇത് ഞങ്ങൾ ആര്യക്കുള്ളതാണ്. നിങ്ങളുടെ ഈ കട്ട ഇങ്ങോട്ട് എവിടെ പോണേ? ഇത് നിങ്ങൾ പൈസ കൊടുത്ത പൊങ്കാല കള്ളിക്ക് നീ കട്ടായി കൂടെ കൊടുക്കാം. പൊങ്കാല കള്ളിന്നോ? മൈ ഗോഡ്, വിട് കട്ട വിട്. തരാൻ നിങ്ങളുടെ സ്വഭാവമാണല്ലോ. കൊണ്ടേ തിന്നെ. ഓ മൈ ഗോഡ്, മേയർ കട്ട കിട്ടി. ഇതാ മോഷിച്ചോണ്ട് പോവാൻ നോക്കി. ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കഴിക്കണേട്ടോ ഒരു കട്ട. വാ, എന്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഈ കട്ട ഞാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. നാണം ഉണ്ടോ? നാണം എന്തിന്? ഇത് ഞങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ പറയുന്നത്. ഈ കട്ടയൊക്കെ ലൈഫ് മിഷന് വീട് വയ്ക്കുന്നവർക്ക് കൊടുക്കാനുള്ളതല്ലേ. നല്ല കാര്യത്തിന് പറയുന്നത്. ലൈഫ് മിഷന് നിങ്ങളുടെ കാശിനെ അങ്ങോട്ട് എടുത്ത് കൊടുക്കണോടോ? നിങ്ങളുടെ കാശ് എന്ന് പറഞ്ഞാൽ ഗജരാവിലെ കാശിനെ അങ്ങോട്ട് കൊടുക്കണോടോ? അത് ഇതെന്തിനാണ് വെറുതെ കളയുന്നത്? കട്ട തരുന്നതിനല്ല നമുക്ക് പ്രശ്നം. പിന്നെ കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ വിരട്ടായിരുന്നു. ആരും കട്ട ഇറക്കിക്കൊണ്ട് പോയേക്കരുതെന്ന്. ഇത്തവണയും വീണ്ടും വിരട്ട്. ആരും കട്ട കൊണ്ടുപോകരുത്. വെരട്ടല്ല, ഞങ്ങൾ ഒരു നിർദ്ദേശം പറഞ്ഞാലും നിങ്ങൾക്ക് താഴ്മയായിട്ടല്ലല്ലോ ചോദിച്ചത്. പിന്നെ മേയറിന്റെ അധികാരത്തിൽ പറയണ്ടേ? മേയറിന് ഒരു അധികാരമില്ലേ? ആ അധികാരത്തിൽ പറഞ്ഞു എടുത്തോണ്ട് പോകും. മേയറിന്റെ കാശിനാണോ മേടിച്ചത്? അല്ല. മേയറിന്റെ കുടുംബത്തിലെ കാശിനാണോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കട്ട മേടിക്കുന്നത്? നിങ്ങളെ കുടുംബസ്വത്തിലാണോ വന്നിരുന്ന് പൊങ്കാല ഇടുന്നത്? ഞങ്ങളുടെ നഗരസഭയുടെ റോഡിലല്ലേ? പിന്നെ നിങ്ങളുടെ നഗരസഭയുടെ റോഡ് തിരുവനന്തപുരം മുഴുവൻ നിങ്ങൾക്ക് തീർച്ചയായി തന്നേക്കോണല്ലോ. പോടാ, നാട് മുഴുവൻ കുടിച്ചിട്ടേക്കുവാണ്. എന്നിട്ട് വന്നേക്കുന്നു. നല്ലൊരു കാര്യം ചെയ്യാനും സമ്മതിക്കൂല. അല്ലേലും എല്ലാ നിങ്ങളുടെ ആര്യ മേയർ കേറിയ കാലം തൊട്ട് ഇവിടെ എല്ലാ പൊങ്കാലിക്ക് കൂട്ടാണല്ലോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കുമല്ലോ. ഈ കട്ടയുണ്ടല്ലോ, ഈ ചുടുകട്ട വിവിധ ഭവന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മറ്റാരെങ്കിലും എടുത്തോണ്ട് പോയാൽ ഞങ്ങൾ ഇടപെടും. ഇതാണ് പ്രശ്നം. ശ്രദ്ധയിൽപ്പെട്ട പിഴ ധാർഷ്ട്യം. ഈ ധാർഷ്ട്യമാണ് നമുക്ക് പിടിക്കാത്തത്. മര്യാദക്ക് ചോദിച്ചാൽ നമ്മൾ തരും. ഈ കട്ട ആരും എടുത്തോണ്ട് പോലെ കേട്ടോ? ഈ കട്ട അവിടെ അങ്ങനെ ചോദിക്കണം അങ്ങോട്ട്. ഈ കട്ട ആരും എടുത്തിട്ട് പോലെ എടുത്തിട്ട് പോലെ കേട്ടോ. ഗുണുഗുണു ബാബ മറ്റേ അവിടെ ഇരിക്കുന്നു കോർപ്പറേഷനിൽ. ഞങ്ങളുടെ ശക്തിയായ മേയറെ കുണുമാവി എന്ന് പറഞ്ഞല്ലോ. അയ്യോ, അത് പറഞ്ഞാൽ കൊള്ളും കേട്ടോ. കുട്ടീന്നോ കുഞ്ഞേന്നോ ഒന്നും വിളിക്കാൻ പാടില്ല. ഞാനേ പ്രായപൂർത്തിയായ ആളാണ് കേട്ടോ. എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാൻ എനിക്കറിയാം. എന്നെ കുട്ടിയെന്നൊന്നും അങ്ങനെ ആരും വിളിക്കണ്ട. എന്നെ കുട്ടിയെന്നൊന്നും വിളിക്കണ്ട. വിളിക്കരുത്. പ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്ഥാനം നോക്കണം. സ്ഥാനം നോക്കി എന്നാ അമ്മായി മറ്റേ കട്ടയം കൊണ്ട് അല്ല, നിങ്ങളുടെ മേയർ അമ്മായി. മേയർ എന്ന് വിളിച്ചാൽ മതി. മേയർ ആരും അങ്ങനെ വിളിക്കാൻ നാട്ടുകാർക്ക് കൂടെ തോന്നണ്ടേടോ. അതല്ലേ പ്രശ്നം. നാട്ടുകാരെ വിളിക്കുന്നത് പൊങ്കാലക്കള്ളിന്ന്. അല്ല, കട്ട വെറുക്കാൻ നിങ്ങൾ സഖാക്കളല്ലേ ഇറങ്ങിയായിരുന്നല്ലോ അല്ലേ? സമയമായില്ല, വൃത്തിയാക്കണതേ ഉള്ളൂ. അത് തന്നെ. അതെന്താണെന്നറിയാമോ? നിങ്ങൾ മുദ്ര ശ്രദ്ധിക്കണം. പൊങ്കാല അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നാടും നഗരവും വൃത്തിയാക്കാൻ ഇറങ്ങുന്ന കുറെ പാവം പിടിച്ച മനുഷ്യര്, കോർപ്പറേഷനിലെ നല്ലവരായ കുറെ മനുഷ്യര്. അതിന്റെ ഇടയിൽ കൂടെ കട്ട പെറുക്കുകയും മറ്റേ ഷോ കാണിക്കാൻ ഇവരുടെ കുറെ ഇവരിറങ്ങും. ഷോയോ? മറ്റേ ചകാക്കൾ. അല്ല പിന്നെ നിങ്ങൾ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് തന്നെ. നിങ്ങളെയൊക്കെ ചകാവ് ഇല്ലാതെ പിന്നെ സഖാവെന്ന് ഇപ്പൊ വിളിക്കാം. അവിടെ ഇരുന്നോ. എന്നിട്ട് കട്ട പെറുക്കാൻ ഇറങ്ങിയേക്കോ ഒരു വഴിക്കൂടെ ആൾക്കാര്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൈഫ് മിഷന് വേണ്ടി പാവങ്ങൾക്ക് വീട് വെക്കാൻ നമ്മൾ കട്ട കൊടുക്കും എന്ന് വെച്ചോണ്ട് ഒരുമാതിരി മറ്റേ ധാർഷ്ട്യവും അഹങ്കാരവും കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. കട്ടകൾ ശേഖരിക്കാൻ ഞങ്ങൾ പ്രത്യേക വോളണ്ടിയേഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട്. അവര് വന്ന് തുറന്ന വാഹനങ്ങളിൽ എടുത്തോണ്ട് പോകും. നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ കട്ടകൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ കഴിഞ്ഞ കൊണ്ടുപോയ കല്ലെല്ലാം എന്ത്? അത് നിങ്ങൾ പോയി നോക്ക്. എനിക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ കട്ടകൾ അവിടെ ഇരുന്ന് പൂത്ത് പോയെന്നാ തോന്നുന്നു. പൂത്തല്ല, കായ്ച്ചോ? ഞാൻ പറയുന്നില്ല. ഞങ്ങൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ പൊങ്കാലയ്ക്ക് ശേഷം ഞങ്ങൾ നഗരത്തെ മുഴുവൻ വൃത്തിയാക്കും. എന്നിട്ട് ഈ കട്ട തൊടാൻ മാത്രം ഒറ്റയാണെന്ന് അനുവദിക്കില്ല. കട്ട എടുത്തിട്ടുണ്ടോ? സമ്മതിക്കില്ല. മേയറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ അവരുടെ അഹങ്കാരത്തിന് മറ്റേ അങ്ങ് ചോദിച്ചാൽ അങ്ങ് എടുത്ത് കൊടുക്കാനായിട്ട്. സുഹൃത്തുക്കളെ, ഞങ്ങൾ മേയറുടെ വീട്ടിലേക്കല്ല ഈ കട്ട കൊണ്ട് പോകുന്നത്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സംസാരം ഉണ്ട് കേട്ടോ. അതെന്തിന് മേയറുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പ് കൂട്ടാനാ? കക്കൂസല്ല, ഞങ്ങൾ നല്ല ഉദ്ദേശത്തിനാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് വന്നപ്പോഴും നിങ്ങൾ ഞങ്ങളെ അപമാനിക്കുന്നത്? അപമാനിച്ചില്ലല്ലോ. ധാർഷ്ട്യം വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് ഞങ്ങൾ നിർദ്ദേശം നിങ്ങൾക്ക് പല രീതിയിലും വായിക്കാം. കട്ട എടുത്തോണ്ട് പോകരുത്, കട്ട എടുത്തോണ്ട് പോകരുത്, പിഴ ഈടാക്കുന്നൊക്കെ ഏത് വകുപ്പിലാണോ ഈ പറയുന്നത്? പിന്നെ എടുത്തോണ്ട് പോണേ നിന്നെ
എടുത്തോണ്ട് പോകലെന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പോകരുത്. എന്താ എടുത്തോണ്ട് പോകരുത്. എന്താ എടുത്തോണ്ട് പോകരുത് എന്ന് പറഞ്ഞ എടുത്തോണ്ട് പോകരുത്, ഇല്ലെങ്കിൽ ഞങ്ങള് പിഴ ഈടാക്കും. തൊട്ടിടുക താഴെ വാ കേട്ടോ, താഴെ വന്നാ മതി. അല്ല മറ്റേ ഇത്തവണ എങ്ങനാ മറ്റേ പൊങ്കാലയ്ക്ക് എത്ര എഴുതി മേടിക്കുന്നത്? പൊറോട്ട മറ്റേ ക്ലീനിങ്ങിന് വന്ന ആൾക്കാർക്ക് പൊറോട്ടയും ചിക്കനും മേടിച്ചു കൊടുത്ത സഖാക്കൾക്ക് എനിക്ക് അതിലൊന്നും പറയാൻ. അല്ല നിങ്ങള് കോവിഡ് കാലത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് മറ്റേ ക്ലീനിങ് നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് കാശ് എഴുതി മേടിച്ച ആൾക്കാരല്ലേ നിങ്ങള്? ലക്ഷങ്ങള്. അത് അന്ന് എന്തോ പൊറോട്ട ചിക്കനും അതെന്നും ക്ലീനിങ് നടത്തിയ സഖാക്കൾക്ക് അന്ന് എന്തോ അബദ്ധം പറ്റിയതല്ല. അത് പിന്നെ നാട്ടുകാർ അറിയാതിരിക്കുവാണോ? അറിഞ്ഞ് ഇപ്പൊ നടന്നിട്ട് അതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ത് മറുപടി? എന്തോ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ കുടിവെള്ളം, അന്നദാനം, അന്നദാനം. ഇവിടെ കോവിഡ് വന്നപ്പോ അടച്ചിട്ടെടുത്ത് നിങ്ങൾ എങ്ങനെയാണോ മറ്റേ പൊങ്കാലയ്ക്ക് കുടിവെള്ളം അന്നദാനം ഒക്കെ നടത്തിയത്? അത് പിന്നെ ഇല്ല, എന്നാലും എന്താ കിളികൾക്ക് വെള്ളം കൊടുത്ത മനസ്സുകൊണ്ട് എല്ലാരും പൊങ്കാല ഇട്ടല്ലോ, അത് തന്നെ. അതുകൊണ്ട് നിങ്ങൾ എവിടെ ക്ലീൻ ആക്കി? മനസ്സുകൊണ്ട് പൊങ്കാല ഇട്ടാൽ നിങ്ങൾ എവിടെ കൊണ്ട് ക്ലീൻ ആക്കിയിടോ? അതിന് ഏത് വകയിൽ നിങ്ങൾ ഏത് വകുപ്പിട്ടാണ് നിങ്ങൾ കാശ് എഴുതി മേടിച്ചത്? അതൊക്കെ കഴിഞ്ഞതല്ലേ. അതൊക്കെ കോർപ്പറേഷനിൽ പോയി ചോദിക്കേ. ഒരു അണിയായി എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങളാണല്ലോ വാദം വരാതെ മറ്റേ ആര്യക്കും ചിന്തയ്ക്കും വേണ്ടിയൊക്കെ അങ്ങ് മെഴുകുന്നത്. ആര്യയെ എതിർക്കുന്നവർ പാർട്ടിയിലുണ്ട്, ഞാൻ ആ കൂട്ടത്തിലാണ്. എന്നിട്ട് താൻ മറ്റേ പോസ്റ്റ് ഇട്ടതോടു? ഏത് പോസ്റ്റ്? മറ്റേ യദുവിനെ ബസ് തടഞ്ഞ സംഭവത്തിൽ ഒരു സ്ത്രീയായ അവർക്ക് നേരെ നടന്ന ലൈംഗിക അതിക്രമത്തിൽ പ്രതികരിച്ചത് തെറ്റാണോ? ആ കൂട്ടത്തിൽ താൻ ഉണ്ടായിരുന്നോളൂ. അത് ഞാൻ ഒരു സ്ത്രീയും കൂടിയാണല്ലോ. അതിനെന്ത് ലൈംഗിക ചേഷ്ടയാണ് അവൻ കാണിച്ചത്? മേയർ കണ്ടു, രാത്രി കണ്ടു. മേയർ കണ്ടു. എന്താ കാണിച്ചത് രാത്രി? ഈ ലൈംഗിക ചേഷ്ട എന്ന് പറയുമ്പോ ഏത് തരം? പല തരത്തിൽ കാണിക്കാം. അതെങ്ങനെയാ മേയർ കണ്ടെന്നറിയാമോ? മുന്നേ പോകുന്ന ബസിന്റെ ഡ്രൈവർ സീറ്റിലിരുന്ന ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് പിന്നാലെ വന്ന കാറിന്റെ പിൻസീറ്റിലിരുന്ന. ഞങ്ങൾ കട്ടയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ പറയുമ്പോ എല്ലാം പറയണമല്ലോ. നിങ്ങളുടെ ആര്യയെ കുറിച്ച് പറയുമ്പോ എല്ലാം പറയണം. പിൻസീറ്റിലിരുന്ന ആര്യ കണ്ടു. പിന്നെ എന്തായിരുന്നു ബഹളം? ചേസ് ചെയ്യുന്നു, സീബ്ര ക്രോസിൽ കൊണ്ടിടുന്നു, നിർത്തടാ വണ്ടി, തടയുന്നു. അതിനുശേഷം നിലത്ത് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഭാര്യയ്ക്കും ഭർത്താവിനും. സച്ചിൻ സഖാവ് എന്തിട്ടു വീട്ടിൽ അന്നൊന്ന് കണ്ടതാ, മറ്റേ ബസ്സിൽ കയറി. ശരിയാ, തമ്പാനൂർക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത MLA അല്ലേ? കണ്ടിട്ട് കുറെ കാലം ഇവിടെ പോയി എന്തോ ചവിട്ടി ഒതുക്കിയാന്ന് പോകുന്നുണ്ടോ കേട്ടോ സഖാത്തി. അങ്ങനെ പറയരുത് കേട്ടല്ലോ. തുല്യതയൊന്നുമില്ല ഞങ്ങക്ക്. അതുകൊണ്ട് അണ്ണന് വീട്ടിൽ അരിവെപ്പാണ് ആണോടോ? നിങ്ങളെ വീട്ടിലാണെങ്കിലൊക്കെ അങ്ങനെയായിരിക്കും, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെയൊന്നല്ല. അവര് പൊതുരംഗത്ത് സജീവമായിട്ട് അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് തുല്യതയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരൊക്കെ. അപ്പൊ പിന്നെ തുല്യത. പക്ഷെ അതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. ഒരു മന്ത്രിക്കസേര വരെ കിട്ടാനിരുന്ന ആളായിരുന്നു. മറ്റേ ആ ബസ് തടഞ്ഞ ആ ഗ്യാപ്പിൽ ആ മന്ത്രിക്കസേര അങ്ങ് തെറിച്ചു. ഷോ അരി വന്ന് കയറിയതിനു ശേഷം വെച്ചടി കയറ്റ വന്നു. കല്ല് വിതരണം ചെയ്യാനുള്ള കല്ലിന്റെ കാര്യം പറയാം, നമുക്കിത് പറയാം. എന്തായാലും കാര്യയെ കുറിച്ച് 10 കുറ്റം പറയാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ സഖാവിനെ പറ്റി കുറ്റം പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതായത് പാർട്ടി ഓഫീസിൽ നിങ്ങൾ ഒന്ന് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് കേട്ടല്ലോ ആര്യക്കെതിരെ സംസാരിക്കുന്നവർ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അറിഞ്ഞ? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിർത്തി ചേച്ചിയെ മത്സരിപ്പിക്കാൻ ഒരു നീക്കം ഉണ്ടായിരുന്നു. എന്നാൽ അത് മുളയിലെ നുള്ളിക്കളഞ്ഞത് ആരാ നുള്ളിക്കളഞ്ഞത്? ശിവൻകുട്ടി ഉൾപ്പെട്ട സംഘം. അതിന്റെ ആദ്യപടിയായിരുന്നു ചേച്ചി ബസ് തടഞ്ഞതൊക്കെ ഭാരമചറ്റത്തരമാണെന്ന് പാർട്ടി യോഗങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അണികൾ നേതാക്കൾ എല്ലാം വെച്ചലക്കിയത്. അതിനുശേഷമാണ് ചേച്ചിനെ ഒന്ന് ഒതുക്കിയത്. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ ചേച്ചി എടുത്തിട്ട് അലക്കുമായിരുന്നു CPM-കാർ. ഇമാതിരി ധാർഷ്ട്യം അഹങ്കാരം കൊണ്ട് ജനങ്ങളുടെ അടുക്കലോട്ട് ചെല്ലരുത്. വോട്ടും ചോദിച്ചുകൊണ്ട് ജനങ്ങളെ മുഖാമുഖം കാണേണ്ടതാണ്. ഈ ചെറിയ നേതാക്കൾ പാർട്ടിയുടെ അഹങ്കാരം കാണിക്കാൻ നടക്കരുത്. സച്ചിനും അല്ലെങ്കിൽ സ്ത്രീകൾ വളരുന്നത് ആണുങ്ങൾക്ക് പുരുഷ മേധാവികൾക്ക് ഇവിടെ അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നു CPM-ൽ എല്ലാ സ്ത്രീകളെ വളരാൻ അനുവദിക്കില്ല. CPM എന്നല്ല, എല്ലായിടത്തും സമ്മതിക്കുന്നുണ്ടല്ലോ. സ്ത്രീകൾ എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി അതല്ലല്ലോ പറയുന്നത്. എന്താ? സ്ത്രീ സംരക്ഷണം, സ്ത്രീ സുരക്ഷ, സ്ത്രീ സമത്വം, സ്ത്രീകളാണ് മുന്നിൽ, നവോത്ഥാനം.
സ്ത്രീ ഒന്ന് ഉറക്കെ ശബ്ദിച്ചാൽ സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പുരുഷ ഇവരുടെ പാർട്ടിയിലെ സ്ത്രീകൾ തന്നെ പറയുന്ന കേട്ടോ, സത്യങ്ങൾ വിളിച്ചു പറയുന്ന കേട്ടോ. ഞാൻ പാർട്ടിയെ ബേസ് ചെയ്തല്ല പറയുന്നത്, ഈ സമൂഹത്തിന്റെ അവസ്ഥയാണിത്. ഞാൻ ആര്യയെ കുറിച്ച് പറയുമ്പോ സമൂഹത്തിന്റെ കാര്യം പറയുന്നത്. ഞാൻ അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന യോഗങ്ങളിൽ ആര്യനെ എടുത്തിട്ടങ്ങ് അലക്കി നേതാക്കൾ എല്ലാവരും. അസ്ഥാനത്ത് കയറി എന്ത് ഡയലോഗ് അടിക്കാമെന്ന് ഈ കുട്ടി സഖാക്കൾ കരുതരുത്. എന്ത് അടിയായിരുന്നു കിട്ടിയത്. അതിനുശേഷം അങ്ങ് നന്നായിട്ട് ഒതുങ്ങിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ അനാവശ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് ഷോ കാണിക്കുകയോ, അതിന് മുന്നേ എപ്പോ ഷോ കാണിച്ചു? അയ്യോ എപ്പോഴും ഷോ ആയിരുന്നു. എന്ത് ഷോ കാണിച്ചു നിങ്ങൾ അക്കോയിട്ട് പറ, എന്ത് ഷോ കാണിച്ചത്? അവര് അവര് കർമ്മപദത്തിൽ അവര് വന്ന് അവര് കർമ്മം ചെയ്തു. അതിന്റെ പുറകെ ക്യാമറമാൻമാര് പോയി. അതാണ് എന്ത് കർമ്മ ചെയ്തത്? അത് പിന്നെ തിരുവനന്തപുരം കുഴിച്ചിട്ടതല്ല, അവിടെ ഒരു അപകടം വന്നപ്പോ അവിടെ ഓടിയെത്തി. എവിടെ അപകടം? റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ ജോയി മരിച്ചത് 6 പിടിപ്പുകേട് കൊണ്ടായിരുന്നു. വേസ്റ്റ് മാറ്റാത്തത് റെയിൽവേയുടെ പിടിപ്പുകേട് നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തായിരുന്നു. ഇനി ബാക്കി പങ്കുള്ളത് ആർക്കായിരുന്നു? പകുതി ഞങ്ങൾക്ക് പകുതി കക്കൂസ് മാലിന്യങ്ങൾ ആ തോട്ടിലോട്ട് തള്ളാൻ അവിടുത്തെ മുന്തിയ ഹോട്ടലുകാർക്ക് അനുമതി കൊടുത്തത് ആരായിരുന്നു? കോർപ്പറേഷനിൽ നിന്നുള്ള ചില അണ്ണന്മാര് തന്നെയല്ലേ സഖാക്കൾ. എന്നിട്ട് അവർക്കെതിരെയൊക്കെ എന്ത് നടപടി നിങ്ങളുടെ മേയർ സ്വീകരിച്ചു? പറയട്ടോ. ഞങ്ങൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. എന്ത് നഷ്ടപരിഹാരം? പൈസ കൊടുത്തു. ആർക്ക്? ജോയിക്കോ? ജോയിയുടെ വീട്ടുകാർക്ക്? ജോയിയെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂ? പിന്നെ ഒന്നും ഡയലോഗ് അടിക്കരുത് കേട്ടോ. ഞങ്ങൾക്കിപ്പോ സംഭവിച്ചത് ജീവൻ എടുത്തിട്ട് ഞങ്ങള് കാശ് കൊടുത്തു. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തെന്നല്ലോ. കട്ട താഴെ വയ്ക്കാൻ പറ്റില്ല. അതിന് ശേഷം ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് എന്തായി? ഇവിടെ എല്ലാം നടക്കാൻ പറ്റുന്നില്ല. എന്ത് മാറ്റമാണ് മാറിയിരിക്കുന്നത്. എല്ലാം മറ്റേ നഗരത്തിലെ മാലിന്യം എല്ലാം തോണ്ടിയെടുത്ത് മറ്റേ അങ്ങ് ഭീമാപള്ളി ഏരിയ കൊണ്ടുപോവാ, കുഴിച്ചിടുക അവിടെ കൊണ്ടുപോയി. അതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നായിരുന്നു കേട്ടോ. നിങ്ങൾ തമ്പാനൂര് പോയി തമ്പാനൂര് വേസ്റ്റ് ഇല്ല തമ്പാനൂർ വേസ്റ്റ് ഇല്ല. ഞാൻ ഇന്നലെ കൂടി പോയല്ലോ. ഉള്ളൊരു വേസ്റ്റ് കോർപ്പറേഷനില്ല. സ്ത്രീവിരുദ്ധ പരാമർശം. സ്ത്രീകളെ വളരാൻ അനുവദിക്കില്ല. സ്ത്രീകൾ ഒരു ചടുല നിലപാടെടുത്താൽ ഉടനെ ഒരുപാട് നിലപാടെടുത്തു. ഉടനെ അതിനെ അടിച്ചമർത്താൻ പല ദുഷ്ട ശക്തികളും വ്യാജ പ്രചരണങ്ങളും കൊണ്ട് കുറെ ഇറങ്ങി വരും. ഇപ്പൊ ചുടുകട്ട ശേഖരിക്കുന്നതിൽ തന്നെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളും. സാമൂഹ്യ വിരുദ്ധരാണ് ഈ ചുടുകട്ട എടുക്കുന്നതിനെ എതിർക്കുന്നത്. മനുഷ്യത്വ വിരുദ്ധ ആഹ്വാനങ്ങളല്ലേ ഈ ചുടുകട്ട എടുക്കുന്നതിനെതിരെ നടക്കുന്നത്. വ്യാജ പ്രചാരണങ്ങളല്ലേ ഈ ചുടുകട്ട എടുക്കുന്നതിൽ നടക്കുന്നത്. നല്ലവരായ മഹാഭൂരിപക്ഷം ഭക്തജന സമൂഹം അവര് തള്ളിക്കളഞ്ഞതാണ്. എല്ലാ കാലത്തും ആറ്റുകാലി പൊങ്കാല അടക്കും. അതിനേക്കാൾ വലിയ പൊങ്കാല ആയിരിക്കും കിട്ടുന്നത്. എന്താട്ടോ അത് അങ്ങനെ? അതായത് നമ്മൾ തമ്പാനൂരിലേക്ക് വരുമ്പോ തമ്പാനൂര് വൃത്തിയുണ്ട്. വേണ്ട, നമുക്ക് തമ്പാനൂർ വേണ്ട. ആറ്റുകാൽ പൊങ്കാല തന്നെ. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ദിവ്യ നിങ്ങളുടെ ക്ഷമിക്കണം, മാറിപ്പോന്നടോ നിങ്ങളുടെ നേതാക്കൾ കുറെ ഉണ്ടല്ലോ ഇതേലത്തെ. അതാണ് കേട്ടോ. ആര്യമേയർക്ക് വീണ്ടും പൊങ്കാല ഇടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ക്യൂ നിൽക്കുക. ഇട്ടവർ മാറിക്കൊടുക്കുക, ഇടാനുള്ളവർക്ക് അവസരം കൊടുക്കുക. ഇത്തവണ എന്തായാലും പൊങ്കാല ഉണ്ടല്ലോ. കാരണം ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ഈ കല്ല് എവിടേക്കാണ് പോകുന്നത്, എന്തിനു? നമ്മൾ പറഞ്ഞു, കല്ല് തരും. കല്ലൊന്നും ആരും ചുമന്നുകൊണ്ട് എവിടെയും പോകുന്നില്ല, വീട്ടിലൊന്നും പോകുന്നില്ല. കല്ല് അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ എടുത്തോ. പക്ഷെ ഈ ധാർഷ്ട്യത്തിന്റെ ആവശ്യമില്ല, മര്യാദക്കൊക്കെ. ഞങ്ങളുടെ സ്ഥായി ഭാവം ഞങ്ങളുടെ സ്ഥായി ഭാവം എങ്ങനെയാണ്? നിങ്ങളുടെ സ്ഥായി ഭാവം ഒക്കെ മാറിക്കോളും. 2026 എല്ലാം നിങ്ങൾ എരന്നോണ്ട് ഇറങ്ങുമല്ലോ വോട്ടും ചോദിച്ച്. നാട്ടുകാർ ചോദിക്കുന്നതിനെല്ലാം മറുപടി കൊടുത്തോളാം. ഞങ്ങള് മാത്രമല്ലല്ലോ ഇറക്കാൻ പോകുന്നത് വോട്ടിന് വേണ്ടിട്ട്. കോൺഗ്രസും BJP എല്ലാരും എല്ലാവർക്കും കിട്ടും. ഇറങ്ങ അങ്ങോട്ട് എല്ലാവർക്കും. പിന്നെ ആര് വരും, ആരിയ്ക്കുന്നു ഇവിടെ? പൊങ്കാല ആരിക്ക് പൊങ്കാല. കട്ട കൊണ്ട് കോർപ്പറേഷൻ കൊടുത്തിട്ട് വരാം കേട്ടോ. ഒരു കട്ടയാണ് ഞാൻ ജീവനുള്ള കൊണ്ടുപോകും. ഉളുപ്പില്ലാതെ കൊണ്ടുപോകും. ഉളുപ്പിൽ വീട് വെക്കാൻ നാട്ടുകാരുടെ കാശിനാണല്ലോ. കൊണ്ടുപോകും.
ഇങ്ങനെ കുറെ എണ്ണം ഒലിക്കയുടെ മൂട്